അപ്പം നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മെറിട്ടെന്ന് പറയണത്. മനസ്സിലായില്ലേ? യോഗ്യത നമ്മൾ നേടിയെടുക്കുന്നത് ആണ് മെറിട്ടെന്ന് പറയണത്. നിങ്ങൾ നേടിയെടുക്കാത്തതാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വർക്ക് ചെയ്യത്തില്ലെന്നല്ല, ഉടമ്പടിയിൽ വർക്ക് ചെയ്യും. എന്താ കാര്യം? ദാനമാണ് പിന്നെ വർക്ക് ചെയ്യേണ്ടത്. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഫെയിൽഡ് അല്ലേ? MSc സെക്കൻഡ് സെം ഫെയിലല്ലേ ഫിസിക്സ്? ആ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ മെറിറ്റ് ഇല്ലല്ലോ, യോഗ്യതയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇവരെ കോൾ ഫോർ ചെയ്യണത്? ഇൻ്റർവ്യൂ റെഡിയാകാൻ. പെട്ടെന്ന് ഇവർ ഇൻ്റർവ്യൂ റെഡിയാവും. ഇൻ്റർവ്യൂവിന് റെഡിയാകുമ്പോൾ എന്താ സംഭവിക്കണം? ഒരു അമേരിക്കക്കാരൻ ഒരു റഷ്യക്കാരനൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യണത്. ഇവർ ഇയർഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട്, കാര്യം അവർ പറഞ്ഞാൽ മനസ്സിലാകണമല്ല, അവർ പറഞ്ഞാൽ മനസ്സിലാകണ്ടേ. അപ്പോൾ ഇവിടെ ഇയർഫോണൊക്കെ വെച്ച് മാതാവിനൊക്കെ വിളിച്ച് ഉടമ്പടി തൈലമൊക്കെ നെറ്റൊക്കെ തെറ്റി. നമ്മൾ ഈ ഉടമ്പടി തൈലം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ എപ്പോഴും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിക്കണം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓപ്പറേഷൻ അല്ല ഞാൻ പറയണത്. ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അശക്തരാണ്. ദൈവമേ, ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് നിൻ്റെ ശക്തി എന്നെ പ്രവർത്തിക്കട്ടെ. നിൻ്റെ ഈ മാനുഷികമായ പാവപ്പെട്ട ഉപകരണം, പാവപ്പെട്ട ബുദ്ധി, പാവപ്പെട്ട ഓർമ്മ, പാവപ്പെട്ട കഴിവുകേട്, എൻ്റെ കഴിവുകേടുകൾ അവിടെയെല്ലാം നിൻ്റെ മെറിറ്റ്, നിൻ്റെ ദാനം പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിനാണ് ഈ ഉടമ്പടി തൈലം തേക്കണത്. മനസ്സിലായില്ലേ? ഇത് ഓരോ കാര്യം അറിഞ്ഞില്ലെങ്കിൽ ആക്ടിവേഷനിലൊക്കെ പ്രശ്നം ഉണ്ടാകും, അനുഭവം ഉണ്ടാകത്തില്ല. അറിവാണല്ലോ അനുഭവം. അറിവില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ ഒത്തിരി കാര്യം അറിയാനുണ്ട് മക്കളെ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലേ വരണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടി ധ്യാനം പഴയതൊക്കെ കേൾക്കണമെന്നൊക്കെ പറയണത്. കാര്യം പണ്ട് പറഞ്ഞ കാര്യം ചിലപ്പോൾ ദൈവം പിന്നീട് ധ്യാനത്തിൽ പറയത്തില്ല. അപ്പോൾ ഞാനൊരു ഐഡിയ എനിക്ക് എപ്പോഴും ഉണ്ടാവും വചനത്തെക്കുറിച്ച്, അത്രേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ വന്ന് കർത്താവ് ക്രമീകരിക്കണം. അല്ല ഞാൻ തപ്പിക്കളിക്കണം ചില സമയത്തൊക്കെ. എനിക്ക് കിട്ടണ കർത്താവ് തന്നെ വചനം ചില സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കും. അങ്ങനെ വചനം ഉണ്ടെന്നറിയാം, പക്ഷേ എനിക്കതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരത്തില്ല. അപ്പോൾ അത് എൻ്റെ സമയത്ത് അത് വരവായിരുന്നെങ്കിൽ ഞാൻ പഠിച്ച് പറഞ്ഞനല്ലോ. അങ്ങനെ പഠിച്ച് പറയണ അല്ലല്ലോ ഉടമ്പടി ധ്യാനം എന്ന് പറയണത്. ഉടമ്പടി ധ്യാനം ഇപ്പോൾ 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ അല്ലേ ഉടമ്പടി ധ്യാനം കൂടണത്. അപ്പോൾ അവരുടെയൊക്കെ 3000 ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളാണല്ലോ ഉടമ്പടിയിൽ ദൈവം കൈകാര്യം ചെയ്യണത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി സംസാരിക്കും. ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെങ്കിൽ നിങ്ങൾ 2000 പേർക്ക് വേണ്ടിയല്ല സംസാരിക്കേണ്ടത്. ഓൺലൈനിൽ ഉടമ്പടി ധ്യാനം ഓൺലൈനിലല്ല പങ്കെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അവരുടെ വ്യത്യസ്തങ്ങളായ ജീവിത പ്രശ്നങ്ങളുണ്ടാവും. അതിനെല്ലാം ഇൻട്രാക്ട് ചെയ്യും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം യേശുക്രിസ്തുവിൽ അതേയാണ്. കാരണം യേശുക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ 8582 വാഗ്ദാനങ്ങളെല്ലാം കൂടി കാച്ചിക്കുറുക്കി സിംഗിൾ ആപ്പായിട്ട് ദൈവം നൽകുന്ന രക്ഷയുടെ നാമമാണ് ദ ജീസസ് ക്രൈസ്റ്റ്. തോറ്റ സർട്ടിഫിക്കറ്റ് വെച്ച് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണ്. അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ ഓരോരുത്തർ ലൈനിൽ വന്നിട്ട് വീഡിയോ ഇൻ്റർവ്യൂ നടക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഈ ടിസൻ്റെ മോള്, അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് ഫെയിലാണല്ലോ, ഞാൻ ഇങ്ങനെ ഇവിടെ എന്തെല്ലാം കസത്ത് കാണിച്ചാലും എനിക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള അംബിക സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ മേഘങ്ങളും കാറ്റുകൊണ്ട് തൂത്തെറിയും. പരിശുദ്ധാത്മാവ് ഒരു കാറ്റാണെങ്കിൽ നിൻ്റെ സംശയങ്ങൾ ഒരു മേഘമാണ്. എന്തുകൊണ്ട് വൈ വി ഷുഡ് ക്ലെയിം ആൻഡ് ക്ലാമർ ഫോർ ദി ഹോളി സ്പിരിറ്റ്? എന്തിനാണ് നമ്മൾ കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി കരയണത്? കാര്യം ഇതുപോലെയുള്ള സംശയമേഘങ്ങൾ ഒത്തില്ലേ എന്നാ ചെയ്യും? എൻ്റെ ജീവിതം കട്ടപ്പുകയാകുക, ഗതികേട്ടാകുക. ഇങ്ങനെ കുറേ മനുഷ്യന്മാർ ബലഹീനമാക്കുന്ന കുറേ സാങ്കല്പികമായിട്ടുള്ള ആശങ്കകളുണ്ട്. സാങ്കല്പിക ആശങ്കകൾ. ഈ സാങ്കല്പിക ആശങ്കകൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ മേഘങ്ങളെ തൂത്തെറിയണത് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ്. പല ആൾക്കാർക്ക് ഉടമ്പടി മാതാവാണെന്നാണ് പൊതുവെ ചിന്തയിലാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മാതാവ് ഇതിൻ്റെ ശക്തയായ പ്രവക്താവും മധ്യസ്ഥയുമാണ്. ഈ ശുശ്രൂഷ അല്ല, വേറെയും ശുശ്രൂഷ ഒത്തിരി ഉണ്ട്. മാതാവ് എന്നെ കുറേ മിഷനുണ്ട്, സാമൂഹികമുണ്ട്. അതിലെ ഈ വിഴിഞ്ഞൻ സമരത്തിലൊക്കെ നിൽക്കണതിൻ്റെ കാര്യം പണ്ട് 32 കൊല്ലം മുമ്പ് കൃപാസനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് വ്യക്തികളുടെ ജീവിത നവീകരണത്തിന് ഊന്നിയ
കുടുംബ സുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക വേദി എന്ന 92 രജിസ്റ്റർ ചെയ്തിരിക്കുക ഗവൺമെൻറ്റിൽ. അപ്പോഴും വ്യക്തികളുടെ ജീവിത നവീകരണമുണ്ട്, അത് ഉടമ്പടിയും അതുപോലെയുള്ള ശുശ്രൂഷയുണ്ട്. പിന്നെന്താ, സാമൂഹ്യക്ഷേമമുണ്ട്, അവകാശ പോരാട്ടങ്ങളുണ്ട്. മാനവികത എവിടെയെങ്കിലും വിറങ്ങലിക്കുകയോ അൺജസ്റ്റ് അഗ്രസീവ്സ് ആയിട്ടുള്ള ആൾക്കാർ മനുഷ്യത്വത്തെ ചതക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ഇക്കാലങ്ങളിലുള്ള ദൈവത്തിൻ്റെ സ്വരമായി നമ്മൾ സ്വരമുയർത്തും. ചിലപ്പോൾ പ്രതിരോധിക്കും, ചിലപ്പോൾ കളക്ടറേറ്റ് തന്നെ ചിലപ്പോൾ വളഞ്ഞിടുന്ന വരും. അത് സഭ ഒരു സാമൂഹ്യവും ആയ യാഥാർത്ഥ്യം കൂടിയാണ്. മനുഷ്യൻ്റെ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണുനീരാണെന്ന് 50 കൊല്ലം എഴുതി വെച്ചിരിക്കുകയാണ് വത്തിക്കാൻ സുനദോസിൻ്റെ ഡിക്രിയിൽ. അതാണ് വത്തിക്കാൻ ഡിക്രി, ഗ്ലൗദിമത്ത് സ്പേസ് സഭ ആധുനിക ലോകത്തിൽ. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ പാരഗ്രാഫിൽ ഇക്കാലത്തെ മനുഷ്യൻ്റെ കണ്ണുനീര് സഭയുടെ കണ്ണീരാണ്, അത് ദൈവത്തിൻ്റെ കണ്ണീരാണ്, അത് തുടച്ച് മാറ്റപ്പെടും. അതല്ലേ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പ് കുരിശ് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ കഴുത്തിലണിയണത് കുരിശാണ്, ഈ കുരിശ് കിടക്കുന്നവൻ്റെ പേര് ക്രിസ്തു എന്നാണ്, അവൻ ലോകത്തിന് വേണ്ടി ആഹൂതി ചെയ്തിട്ടാണ് രക്ഷ വന്നതെങ്കിൽ ഞങ്ങൾക്കും ആഹൂതി ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് കുരിശ് ഉയർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ഒരു ആധ്യാത്മികതയെ മാത്രമെന്ന് നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം പ്രാർത്ഥന ഉപയോഗിച്ച് പ്രാർത്ഥന ദൈവത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സോഴ്സായിട്ട് മാറ്റുമ്പോൾ അങ്ങനെയുള്ള അയ്യോപാപി ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ദൈവമായിട്ട് അടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം? നിങ്ങൾ പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കാത്തത് കൊണ്ടാണ്. പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി വിശക്കും, പൂർണ്ണ തോതിൽ സുവിശേഷം സ്വീകരിക്കുന്നവരെ നീതിക്ക് വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാരെ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതാണ്. അവൻ പറയണത് പോലെ ചെയ്യണത്, ഉടമ്പടിയിലൂടെ വരണത് ഈ സമരവും അവകാശ പോരാട്ടവും പരിസ്ഥിതിക്കെതിരെ ഉള്ള സഖ്യപ്രവർത്തനം മുഴുവൻ പൊട്ടിച്ചിട്ടല്ലേ ഈ സാധനം ചെയ്യണത്. 1 കോടി കല്ലുകൾ വേണം, 1 കോടി ടൺ കല്ലുകൾ വേണം ഈ വിഴിഞ്ഞം തുറമുഖം ചെയ്യാൻ. വെറും 6 ലക്ഷമേ ഇപ്പോൾ ആയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 800 ടൺ വെള്ളത്തിൽ പോയി. ഇനി സഖ്യപ്രവർത്തനത്തിന് 2-3 മല എടുത്തു കൊണ്ടുവന്ന് അവിടെ ഇട്ടാൽ മാത്രമേ, അപ്പോൾ അതിൻ്റെ മലയും പോകും, അതുകൊണ്ട് വർഷകാലവും പോകും, കാടും പോകും, കേരളം മുഴുവനും സഹാറ മരുഭൂമിയായി പോകും. ഇപ്പം ഇതിനു വേണ്ടിയാണ് സമരം നടക്കണത്. ഇപ്പോഴ് സമരം ഇങ്ങനെ തീരത്തില്ല. സമരം എന്ന് പറയുന്നത് ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നവും ലോകത്തിൻ്റെ പരിസ്ഥിതി ദുരന്തങ്ങളുടെ ഇന്ത്യൻ വെർഷനാണ് വിഴിഞ്ഞം. ഇതൊരു വിഷയമാണ്. ഇതിനു വേണ്ടി നിങ്ങളെ ശബ്ദമുയർത്തുകയോ സാന്നിധ്യം കൊണ്ട് സഹായിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണ തോതിലുള്ള സുവിശേഷ പ്രഘോഷകരോ സുവിശേഷ നടപ്പിൽ വരുത്തുന്ന ഉടമ്പടി പടയാളികളോ ആയി മാറണത്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ, ഒരു റഷ്യക്കാരൻ, ഒരു ഓസ്ട്രിയക്കാരൻ എല്ലാവരും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ കുട്ടി പറയുന്ന സത്യമുണ്ട്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അതായത് ഇവർക്കാണെങ്കിൽ ഭയങ്കര ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ഒരു വീഡിയോ ഇൻ്റർവ്യൂവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഫോണറ്റിസം അല്ലേ, അവരുടെ പ്രൊണൗൺസിയേഷൻസ് അല്ലേ, ഡിക്റ്റംസ്, ആക്സൻ്റൊക്കെ അവരുടേതല്ലേ. അപ്പോൾ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ മലയാളം ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിലും മലയാളമല്ലേ നമ്മൾ ബേസിക്കായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്യാച്ചിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഇവർ പറയണത് ആ സമയത്ത് ഇത്രയും ഈ വീഡിയോ കോൺഫറൻസിനുള്ളിൽ എനിക്ക് നന്നായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ അഭിഷേകമായി. നോട്ട് ദ പോയിൻറ്റ്, ഇതാണ് വിഷയം. ഇവിടെ അമ്മയും പണ്ട് പറഞ്ഞതാ അത് തന്നെയല്ലേ പറഞ്ഞത്. അവരുടെ അമ്മ മരിച്ചപ്പോൾ അവർ ഡിപ്രഷനായിപ്പോയി, ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ധൈര്യം കിട്ടിയെന്ന്. ആ വാക്ക് തന്നെ ഇപ്പോൾ ഈ അവരുടെ മകളും പറയണത് എന്താണ്? ഈ റഷ്യക്കാരും അമേരിക്കക്കാരും ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസ് നടത്തുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണത്, പക്ഷേ എനിക്ക് ഇന്ന് വരെ കിട്ടാത്തൊരു ധൈര്യം എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് ദി കവനൻറ്റ്. അതാണ് ഉടമ്പടിയുടെ ഒരു ഫലം. എന്താണ്?
ശക്തനും ധീരനുമായിരിക്കുക. ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് ദൈവം ആദ്യം പറഞ്ഞത് എന്താണ്? റീഡ് ഇറ്റ്. ശക്തനും ധീരനുമായിരിക്കുക. പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്തുതിക്കട്ടെ. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ നീ ഭയപ്പെടണ്ട. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കണതേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിനക്ക് ഞാൻ വാഗ്ദാനം തന്നിട്ടില്ലേ? എന്താണ്? നീ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരയായിരിക്കുക, നീ ഭയപ്പെടേണ്ടെന്ന. എന്താ കാര്യം? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. നിങ്ങളെ ഒരു ബ്ലെസ്സിങ്സിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഓവർ ബോധഡ് ആകരുത്. അനുഗ്രഹത്തെക്കുറിച്ച് ആവശ്യമില്ലാത്ത രീതി ആശങ്കപ്പെടരുത്. ഉടമ്പടി ഏറ്റവും വലിയ അനുഗ്രഹം ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് എപ്പോഴും നിങ്ങൾ മിനിമം വിശുദ്ധി സൂക്ഷിക്കണമെന്ന് എല്ലാ ഉടമ്പടി ധ്യാനത്തിലും പറയും. കാര്യം ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമ്മൾ കൂടെയുള്ളവരാരാണ്? നമ്മുടെ കൂടെയുള്ളവരാരാണ്? മോസസിനോട് ആദ്യം ഉടമ്പടി ചെയ്യുന്നത് മോസസിനെ കാണാൻ വേണ്ടി ദൈവം വരുമ്പോൾ ആദ്യം മോസസിനോട് പറയണത് എന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അല്ലേ? അപ്പോൾ പരിശുദ്ധനായ ദൈവത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളും പരിശുദ്ധമായിരിക്കേണ്ട ഒരു അവസ്ഥ വരണത്. നമ്മൾ പരിശുദ്ധമായിരിക്കേണ്ട അവസ്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല, പരിശുദ്ധിക്ക് സമയ ഷോർട്ടണിങ് നടത്താനുള്ള ഒരു കഴിവുണ്ട്. സമയച്ചുരുക്കം വരുത്താനുള്ള കഴിവ് നിങ്ങളുടെ വിശുദ്ധിക്കുണ്ട്. ആരെല്ലാം ബൈബിളിൽ വിശുദ്ധീകരിച്ചുണ്ടോ അവർക്കെല്ലാം സമയ ഷോർട്ടണിങ് സംഭവിച്ചിട്ടുണ്ട്. സക്കേബൂസ് വിശുദ്ധീകരിച്ച് തന്നെ ചെയ്ത അനീതി എല്ലാം ഏറ്റുപറഞ്ഞു, അതിന് പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു, തന്നെ അനുതപിച്ച് ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ടുഡേ, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ അത് സമയച്ചുരുക്കമാണ് സംഭവിക്കുന്നത്. സമയച്ചുരുക്കവും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ സമയം ചുരുങ്ങണില്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ആന്തരികമായിട്ട് ഒരു ശോധന ചെയ്യേണ്ടതാണ്. എൻ്റെ വിശുദ്ധ നിലവാരം എങ്ങനെയുണ്ട്? വാക്ക്, പ്രവൃത്തി, വിചാരങ്ങൾ, പിന്നെ സമർപ്പണ രീതികൾ എവിടെയില്ല. അപ്പോൾ നിങ്ങളോർക്കും വിശുദ്ധി കൊണ്ട് ദൈവത്തെ വിലക്ക് വാങ്ങിക്കാമോ എന്നല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു പ്രീ റിക്വസിസ്റ്റാണത്. അതാണ് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? നീ എൻ്റെ മുമ്പാകെ കുറ്റമറ്റവനായിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. പിന്നെന്താണ്? അത് 17:1 ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വചനമാണ്. ഉൽപ്പത്തി 17:1. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അവകാശമായി കിട്ടിയവർക്ക് എന്താ ചെയ്യേണ്ടത്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക. രണ്ടാമത്തേത് എന്താണ്? കുറ്റമറ്റവനായിരിക്കുക, കുറ്റമറ്റവളായിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു കുറ്റം കാണരുത്. കർത്താവ് കുറ്റം വിധിക്കാത്തവനാണ് ഭാഗ്യവാൻ. നിങ്ങളെ കുറ്റം വിധിക്കാത്തതല്ല പ്രശ്നം. കർത്താവ് കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം നമ്മൾ നിൻ്റെ സഹോദരന് നിന്നോട് ഒരു കെറിവ്, ദേഷ്യം ഉണ്ടെന്ന് നീ കണ്ടാൽ
വസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയി അവനോട് പോയി അനുരഞ്ജനപ്പെടാൻ പറഞ്ഞില്ലേ? അതെന്താ കാര്യം? നിൻ്റെ മുമ്പിൽ കുറ്റമില്ലല്ലോ, നിൻ്റെ മുമ്പ് നോക്കിയാൽ കുറ്റമില്ലത്. എന്താ കാര്യം? അയാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ, അയാളല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ഞാനെന്തിനാ ചെയ്യാനാണ്? പക്ഷെ കർത്താവ് പറയണത് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായിരിക്കണവനാണ് ഭാഗ്യവാൻ. നിൻ്റെ മുമ്പിൽ നീ ചിലപ്പോൾ കുറ്റമറ്റ ആളായിരിക്കും, നീ ചെയ്യുന്ന തെറ്റില്ലായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കർത്താവ് കുറ്റം വിധിക്കാത്ത വ്യക്തിയാണ് ഭാഗ്യവാൻ. റീഡ് ഇറ്റ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റോമ 4:8. റോമ 4:8. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അപ്പം നമ്മൾ ഭാഗ്യവതി എന്ന് കർത്താവ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് അമ്മ പറഞ്ഞില്ലേ? എന്താ കാര്യം? കർത്താവ് കുറ്റം ചുമത്താത്ത ഒരാളാണ് അമ്മ. അപ്പം നിങ്ങളോർക്കും നിങ്ങളെയും കർത്താവ് കുറ്റം ചുമത്തല്ലേ, എന്നെയും ചുമത്തത്തില്ലായിരിക്കും. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരും കർത്താവ് കുറ്റം ചുമത്താൻ സാധ്യതയുണ്ട്. എന്ത് വകുപ്പിലാണ്? ഉടമ്പടി തെറ്റിച്ചത് കൊണ്ടൊന്നുമല്ല. പാലം കയറുവോളം നാരായണ, പാലം കയറി കഴിഞ്ഞ് എന്ത് പറയുമെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പാലം കയറുവോളം നാരായണ. ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, എന്ത് വേണം ചെയ്യാൻ തയ്യാറാകും. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ കാട്ടാളത്തിയായിട്ട് മാറും. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയങ്ങളുമായി കർത്താവ് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ കർത്താവിന് ഉള്ള ക്ഷമ പോകും. എന്താ കാര്യം? നമ്മൾ വീണ്ടും പഴയ വ്യക്തികളായി മാറും. എന്താ പഴയ വ്യക്തികളെന്ന് പറഞ്ഞാൽ? അർത്ഥമായി കൂപ്പ് നിൽക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തില്ല, രോഗികളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല, ആശുപത്രിയിൽ പോകത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഓരോ കാട്ടായം കാണുമ്പോൾ കർത്താവിനറിയാം, ചുമ്മാ ഇതൊക്കെ വെറുതെ ഇപ്പോഴത്തേക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലേ. ഇവളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവൾ പഴയ ആളായി മാറും. എന്താ കാര്യം? നമുക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി കിട്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു ലിഫ്റ്റ് കാണിക്കുകയാണ്, നമ്മളിപ്പോൾ ബൈക്കിൽ പോവുകയാണ്, ഒരു ലിഫ്റ്റ് കാണിച്ച് അവർ തിരക്കായ കൊണ്ട് ചിലപ്പോൾ അവിടെ തന്തക്ക് വായി കുടിക്കാൻ മേടിക്കാൻ പോവുകയായിരിക്കും. ചിലപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർ വണ്ടിയെ കയറ്റിയില്ല. അതോടുകൂടി നമ്മൾ ഉടമ്പടി എഴുതി വെച്ചിട്ടുണ്ട്, ബൈക്ക് വാങ്ങിക്കണമെന്ന്, ഡ്യൂക്ക് തന്നെ വാങ്ങിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പണിയായില്ലേ? എന്തിനാണ്? അവനെ കാണിക്കാൻ വേണ്ടി. അവൻ്റെ അടുത്ത് പത്രാസല്ലേ, അതിനു വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി അത് നീ ബൈക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ, നീയും അത് തന്നെ ചെയ്യും. നിന്നെ ബൈക്കൊക്കെ കയറ്റാത്ത കണ്ട് നീയും ഇനി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും കയറ്റത്തില്ല. ഇത് കർത്താവിനറിയാം. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ ആ പഴയ ആളായിട്ട് മാറിയിട്ട് പ്രതികാരമോ അതുപോലെ അതുപോലെയുള്ള ലോകത്താരുടെ നടപടിക്രമം എടുക്കുമെങ്കിൽ കർത്താവ് കുറ്റം ചുമത്തും നിങ്ങളാണ്. അവിടെ വിഷയം അതാണ് 8:4 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാനെന്ന്. കർത്താവ് 4:8 കർത്താവ് കുറ്റം ചുമത്താത്തത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മർമ്മമാണത്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണമെങ്കിൽ അനുഗ്രഹം തുടങ്ങും കർത്താവ്. ദൈവമേ, എനിക്ക് ജോലി കിട്ടിയ ഞാൻ വീണ്ടും എന്നെ വേദനിപ്പിച്ചവരുണ്ട്, എന്നെ കൂട്ടത്തിൽ കൊച്ചാക്കിയവരുണ്ട്, എന്നെ കളിയാക്കിയവരുണ്ട്. ചില ആൾക്കാരെ പ്രസവിക്കാൻ നടക്കണേ എന്തിനാണെന്നറിയാവോ? അവർക്ക് പ്രസവിച്ച് മക്കളെ കിട്ടാൻ വേണ്ടിയല്ല, അവരെ മച്ചിയെന്ന് വിളിച്ചവർക്ക് 2 പറയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അവരെ ഈ ചിലപ്പോൾ മച്ചിയെന്നൊക്കെ വിളിക്കുമല്ലേ, അങ്ങനെ വിളിക്കും അങ്ങനെ. അപ്പോൾ അവരെ കരുതിക്കൊണ്ട് വെച്ചേക്കാണ്. സ്വന്തം ഭർത്താവല്ലെങ്കിൽ ശരി, വേറെ ആരാലും ശരി, മക്കളുണ്ടായിട്ട് കാര്യമെന്ന് പറയും. അങ്ങനെ മനുഷ്യാരൂപി ഇങ്ങനെ കയറി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ മുമ്പിൽ 5:23 ലെവൽ കണ്ടില്ലേ?
മത്തായി 5:20 വായിച്ച്. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മത്തായി ആരാധന. 5:23. 5:23. ആ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. മറ്റുള്ളവരോട് സഹോദരങ്ങളോട് രമ്യപ്പെടുക. അത് നീ മൂലം ഉണ്ടായിട്ടുള്ള കുഴപ്പം അല്ലെങ്കിൽ പോലും, അവർ മൂലം ഉണ്ടായ കുഴപ്പമാണെങ്കിൽ പോലും നിങ്ങൾ രമ്യതയിലിരിക്കാനാണെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വിഷയം. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ കർത്താവ് നിങ്ങളെ കുറ്റം ആരോപിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് ബി ഹോളി ആസ് ഐ ആം ഹോളി. എബ്രാഹത്തിനോട് പറയുന്ന വാക്കുകളാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണം. ഇതൊരു പരിശുദ്ധിയിലേക്കുള്ള ഉടമ്പടി എപ്പോഴും ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഓരോരോ കാര്യം സാധിച്ചെടുക്കാനുള്ള കുട്ടി ഉപായങ്ങളല്ല. ശരിക്കും പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. പരിശുദ്ധിയിലേക്കുള്ള വിളി അത് ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനോട് ചേർന്ന് കർത്താവ് പറയുമ്പോഴും അതിന് മാറ്റം ഉണ്ടാക്കുന്നില്ല. പഴയ നിയമത്തിലുള്ളതാണ്. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കണമെന്ന് ദൈവം പറയണതാണ്. അത് ഈശോ വരുമ്പോഴും ശരിക്കും അത് ഈശോ അതുപോലെ തന്നെ 5:48 പറയുന്നുണ്ട്. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അപ്പോൾ അത് തന്നെ സെയിം വാക്കാണ്, തത്സമമായ വാക്കാണ്. പക്ഷേ എങ്കിലും ദൈവം ആ നിലപാടിൽ നിന്ന് മാറുന്നില്ല. നമ്മുടെ വിശുദ്ധി എന്നുള്ള നിലപാടിൽ നിന്ന് മാറുന്നില്ല. റീഡ് ഇറ്റ്. ശ്രുതികട. ഹല്ലേലൂയ. മത്തായി 5:48 നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ സുവിശേഷത്തിൻ്റെ സ്നേഹസാക്ഷ്യം കൊടുത്ത് നമ്മൾ വളരുകയാണ്. നിങ്ങൾ അതിലൊന്ന് ലക്ഷ്യം വെച്ച് നോക്കിക്കേ. അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു മോട്ടോ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഉടമ്പടി പ്രകാരം മൂവ് ചെയ്യണത് കാണുമ്പോഴാണ് ബാക്കി ദൈവം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പോണ എങ്ങനെയാണ്? ഇവരോട് ആ റഷ്യക്കാരൻ്റെ, അമേരിക്കാരൻ്റെയും ഓസ്ട്രേലിയക്കാരൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഉടനെ ഇവരോട് പറയുന്നതെന്ന് വെച്ചാൽ 12 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് തരുമെന്ന് പറയും. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് തരാമെന്ന് പറയും. അപ്പോൾ ഇവർക്ക് പേടിയാവും. കാര്യം തോറ്റ സർട്ടിഫിക്കറ്റല്ലേ കയ്യിരിക്കണത്. പിന്നെ ഇങ്ങനെ 12 മണിക്ക് എന്ത് റിസൾട്ട് കിട്ടിയാലും നമുക്ക് പണിയല്ലേ, ഒരു കഥയില്ലാത്ത കാര്യം ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ പക്ഷേ 2 മണിക്കൂറിൽ റിസൾട്ട് വരും. യു ആർ പാസ്റ്റ് എന്ന്. ആ ഇൻ്റർവ്യൂവിൽ അവർ പാസ്സായെന്ന് 2 മണിക്കൂറിൽ റിസൾട്ട് വരും. അപ്പോൾ എന്ന് പാസ് വെച്ച് കഴിഞ്ഞാൽ വിയന്നയിൽ ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവർക്ക് PhDക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇനി എന്താ പ്രശ്നം? ഇവിടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ എന്താ, ടീച്ചറെ കണ്ണൂർ പഠിപ്പിക്കാൻ, കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് വന്നിട്ട് അവർ കേരള യൂണിവേഴ്സിറ്റിയിൽ പോകും. കേരള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ടീച്ചർ ഒരു അറ്റകൈ ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് അറ്റകൈ പ്രയോഗം ചെയ്യണമല്ല, ചെയ്യാൻ അറിയണം. എന്താ പ്രശ്നം? യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റ് തോറ്റിരിക്കുന്നതാണ്. ആ തോറ്റ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ. പക്ഷേ ടീച്ചർ എന്താ ചെയ്യണത്? യൂണിവേഴ്സിറ്റിയുടെ തൂണിൻ്റെ താഴെ കൊണ്ട് ആൾക്കാർ ചവിട്ടാത്ത സ്ഥലം നോക്കിയിട്ട് ഉടമ്പടി ഉപ്പ് പ്രതിഷ്ഠിക്കോടെ. ഈസ് എ ടീച്ചർ, ഈസ് ഡൂയിങ് സി ജീസസ്. നിങ്ങളിതിനകത്ത് നോക്കേണ്ടത് എന്താണ് അവർ ചെയ്യണമെന്ന് നോക്കണം. കാര്യം ഞങ്ങൾ ചിലപ്പോൾ ഉപ്പ് തരും, ചിലപ്പോൾ തൈലം തരും. പക്ഷേ എന്താ, അതെല്ലാം മീഡിയംസാണ്. നിങ്ങളുടെ വിശ്വാസം ഒരു കുറി നിങ്ങൾക്കത് പ്രഖ്യാപിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ മീഡിയം നിങ്ങളെ സഹായിക്കും. കാര്യം എന്താണ്? അതെല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള സംഭവങ്ങളെയാണ്. ഉപ്പ്, അതുപോലെ തന്നെ തൈലം, ഇതൊക്കെ ദൈവം ഓരോരോ കാലത്ത് തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദൈവനിവേശിതമായ അനുഗ്രഹ അടയാളങ്ങൾക്കും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രഖ്യാപനങ്ങളാണ്. ആഫ്റ്റർ ഓൾ നമ്മളുടെ ഈ വിശ്വാസം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണത്? ബൈ പ്രൊക്ലെയിം ദ ഫെയ്ത്ത്, അല്ലേ?
നമ്മുടെ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്? അത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ. വിശ്വാസം നമുക്ക് അധരം കൊണ്ട് പ്രഖ്യാപിക്കാം, പിന്നെ ആക്ഷൻ കൊണ്ട് പ്രഖ്യാപിക്കാം. ടീച്ചർ എന്താണ് ചെയ്തിരിക്കണത്? ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റി കവാടത്തിലിടും. കവാടത്തിലിട്ടേച്ചും പറയും, കർത്താവേ, ഇവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാൻ നീ അനുവദിക്കാവൂ. ദിസ് ഈസ് ദ ഡിമാൻഡ്. കാരണം എൻ്റെ മകൾ ആദ്യം മുതൽ പഠിക്കണതാണ്, 1-ാം ക്ലാസ് മുതൽ പഠിച്ച് കയറി വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഫ്ലോപ്പ് സംഭവിച്ച് കാണും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ പേപ്പർ പോയിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ, ചില സമയത്ത് 2-3 ദിവസം കഴിയാതെ നമുക്ക് കറക്റ്റ് പേപ്പറും കിട്ടിക്കൊണ്ട് പോരാൻ പറ്റത്തില്ല. ഒരു പേപ്പറാണെങ്കിൽ പോലും. ടീച്ചറിന് എത്ര പേപ്പർ വേണമെന്ന് അറിയാമോ? 5-6. കാര്യം യൂണിവേഴ്സിറ്റിയൊക്കെ മൈഗ്രേഷൻ അല്ലേ, മൈഗ്രേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേപ്പേഴ്സും വേണ്ടി വരും. അപ്പോൾ ആ പേപ്പറെല്ലാം മേടിക്കാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തോട്ട സർട്ടിഫിക്കറ്റും. അവരിവിടെ ഉടമ്പടി കൊണ്ട് യൂണിവേഴ്സിറ്റി കവാടങ്ങൾ ഇട്ടിട്ട് ഒരു വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം എന്താണ്? യേശു കർത്താവാണ് എന്നത്തരം കൊണ്ട് ഏറ്റുപറയും. ദൈവനെ മരിച്ചുയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. കാര്യം അവരെ ട്രെയിൻഡ് ചെയ്ത് വന്നതാണ്. അവരുടെ അമ്മ ഉസ്താദായിരുന്നു, ഭയങ്കര വിശ്വാസത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒരു പഠന അധ്യാപിക പോലെയാണ് അവർ പറഞ്ഞത്. ജവമാലയും അതുപോലെ തന്നെ ദിവ്യകുർബാനയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാമെന്ന് വിശ്വസിച്ച് ജീവിച്ച് കാണിച്ചു തന്ന അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ ഇവർക്കൊരു ഭയമുണ്ടായി. ആ ഭയത്തെ സപ്പോർട്ട് ചെയ്യാൻ ഉടമ്പടിയിൽ പാക്കേജുണ്ട്. കാര്യം എന്താണ്? ഭയം ഉണ്ടായി. ആ ഭയത്തെ എങ്ങനെ മാറണത്? ഉടമ്പടി വഴിയാണ് ഭയം മാറണത്. കുർബാനയും ഒരു ഉടമ്പടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ ഭയം മാറേണ്ടതാണ്. പക്ഷേ നിനക്ക് അതിൻ്റെ അകത്ത് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണില്ല. നീ ഒരു ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നീ അത് കുർബാന ഞാൻ പറയും നാക്കുകൊണ്ട് അടിച്ചു മാറണമെന്ന് പറയും. 100 പേര് കുർബാന സ്ഥിരിച്ചാൽ അതിൽ 80 പേര് നാക്കുകൊണ്ട് കുർബാന അടിച്ചു മാറുന്ന പാർട്ടിയാണ്. കാര്യം അവർ കുർബാനയാണെന്നറിയത്തില്ല, കുർബാന എന്താണെന്നറിയത്തില്ല. കുർബാനയ്ക്ക് വേണ്ടി ഒരു മനസ്സ് ഒരു 5 മിനിറ്റ് പോലും ഏകാഗ്രമായിട്ട് കർത്താവിനെ ഓർക്കണില്ല. അവർ കർത്താവിനെ കുറിച്ച് ചിന്തിക്കണില്ല, ആരാണ് വന്നതെന്ന് ഓർക്കണില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ വേറെ ലോകത്തേക്ക് പോയിട്ട് അങ്ങനെ ഒരാളെ സ്വീകരിച്ചതിൻ്റെ തെളിവ് പോലും ഇല്ല. മരണം സംഭവിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത് ഇന്നും നടക്കുന്നത് കുർബാന സ്വീകരിച്ച് പള്ളിക്ക് പുറത്തിറങ്ങുന്ന മനുഷ്യരുടെ മനസ്സിലാണ്. ശക്തനും ധീരനുമായിരിക്കുക. ആ ശക്തിയും ധീരതയും എല്ലാം ടീച്ചറ് ഈ കവാടത്തിങ്കലെ പ്രഖ്യാപിക്കുകയാണ് ശരിക്കും. എന്താ പറയണത്? ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് നീ എനിക്കത് സർട്ടിഫിക്കറ്റ് തരും. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസമാണ് സംഭവം. നിങ്ങൾക്കറിയാവില്ല, വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ വിശ്വസിക്കണത്? വിശ്വസിക്കുന്നത് നമ്മൾ, പക്ഷേ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവാണെന്നാണ്. ദിസ് ഈസ് ദ കോർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത് എന്താണ്? ജീസസ് ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. യൂണിവേഴ്സിറ്റിയുടെ ഡീനല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എൻ്റെ മാർക്ക് ലിസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സൂപ്രണ്ടല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇപ്പം ഞാനിവിടുന്ന് പോകുമ്പോൾ കർത്താവ് എനിക്ക് ജയിച്ച സർട്ടിഫിക്കറ്റ് തരും. ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത്. അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഉപ്പ് ഇൻസ്റ്റാൾ ചെയ്യണത്. വിശ്വാസ പ്രമാണം ചൊല്ലി. ഇതൊരു ആക്ടിവേഷനാണ്. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് ഇതുപോലെ ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അതിൻ്റെ ബേസ് നീയും കർത്താവുമായിട്ട് എടുത്ത ഉടമ്പടിയും അതിലും ഉറപ്പിച്ച് നീ വിശുദ്ധിയോട് ജീവിക്കുന്നതാണ് നിൻ്റെ ക്ലെയിം. അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും ഒത്തിരി. ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മളെ യേശുവിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. മനസ്സിലായില്ലേ? പരീക്ഷണങ്ങളുണ്ടാകും. അതാണ് അനേകം കഷ്ടപ്പാടുകളിലൂടെ ഉറച്ചു നിൽക്കണമെന്നും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 3:10. വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത്
ഞാൻ നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വെളിപ്പാട് 3:10 ഒരു വചനമാണ് ഇപ്പോൾ കർത്താവ് തന്നത്. എന്താ വചനം? ഒന്ന് പറഞ്ഞിട്ട് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ഏറ്റു പ്രാർത്ഥിച്ച് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതൊരു വാഗ്ദാനമാണ്. ഞാൻ മുമ്പ് പറഞ്ഞു 8552 വാഗ്ദാനങ്ങൾ ഒന്നാണിത്. എന്താണ്? സകല ഭൂവാസികളെയും പരീക്ഷിക്കപ്പെടും. പക്ഷേ പരീക്ഷണ കാലത്ത് എന്താ സംഭവിക്കുന്നത്? പ്രാമിസ് എന്താണ്? ഒന്നിന് പറഞ്ഞോളൂ. പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഇപ്പം എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടേ. ജോലിയായാലും കടമായാലും ഇനി ഗവൺമെൻറ് ഡോക്ടർ നോക്കിയിട്ട് ഹാർട്ടിന് ബ്ലോക്കാണെന്ന് പറഞ്ഞാലും ചിട്ടിക്കാരൻ വന്ന് വെച്ചും ജപ്തിയാണെന്ന് പറഞ്ഞാലും നമുക്കൊരു വാഗ്ദാനമുണ്ട്. എന്താണ്? പരീക്ഷണങ്ങളുടെ സമയത്ത് ഭൂവാസികൾക്ക് എല്ലാം പരീക്ഷ ഉണ്ടാവുമല്ലോ, അല്ലേ? എല്ലാ മനുഷ്യർക്കില്ല പരീക്ഷ. അതാണ് ഈ പറയണത്. വെളിപ്പാട് 3:10 ഒന്നിന് വായിച്ചോളൂ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ഒന്ന് പറഞ്ഞ് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ സംരക്ഷിക്കും. മനസ്സിലായില്ല? അത് വാഗ്ദാനമാണ്. നിനക്കൊരു ഫ്ലോപ്പ് സംഭവിച്ചാൽ ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനമാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഈ വാഗ്ദാനത്തിൽ നമ്മൾ അവകാശികളാകുകയാണ്. മനസ്സിലായി?